പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. എൻ്റെ അയൽവാസി കനുണ്ട മുഹമ്മദ് കുട്ടി അസ്മ എന്നിവരുടെ മകളുടെ വിവാഹ ചടങ്ങാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. പ്രിയമുള്ളവരെ, കരണ്ടില്ല അവിടെ പണിയെടുക്കാണ്. കരണ്ടില്ലാത്തത് കൊണ്ട് ചൂട് കാരണം എല്ലാവർക്കും അസ്വസ്ഥത പ്രാപിച്ചുകൊണ്ട് കരണ്ട് ലൈൻ പണിയാണ് ഈ ഭാഗത്ത്. അതുകൊണ്ട് ജനറേറ്ററിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കരണ്ട് ഉണ്ടാകുന്നതാണ്. ഇവിടുന്ന് എല്ലാവരും പുതുമാരനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പുതിയാപ്പള അവിടെ എത്തിച്ചേരുമെന്ന് അറിയുന്നത്. യും തുണക്കാരും കൂട്ടുകാരും ഒക്കെ എത്തി പന്തലിലേക്ക് കയറുകയാണ്. പ്രിയമുള്ളവരെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിക്കാഹ് ആരംഭിക്കുന്നതാണ്. അത് കൊടുക്കണോ എന്താ അറിയില്ല, ഓണാകണില്ല. നിക്കാഹിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ മഹല്ല് കാസിയായ ഖാദിയും മുദരിസുമായ സൈദലവി ഫൈസി അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് നിക്കാഹ് നടക്കുന്നത്. പ്രിയമുള്ള ഏറ്റവും ബഹുമാന സ്നേഹം നിറഞ്ഞ ചെറിയ ഒരു ഉത്ബോധന പ്രസംഗം നടക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആളുകൾക്ക് എല്ലാവർക്കും ഒരു ഉത്ബോധനം എന്ന നിലക്കാണ് ഇത് നടത്തുന്നത്. നമ്മളെ മഹത്തായ സദസ്സിൽ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ അണത്തുമൽ മഹല്ല് സ്വദേശി കനുണ്ട മുഹമ്മദിന്റെ മകൾ ഭാര്യക്ക് ഭർത്താവിന്റെ മേലും ഭർത്താവിന് ഭാര്യയുടെ മേലുമുള്ള കടമകളെ കുറിച്ചാണ് നമ്മുടെ മുദരിസ് സംസാരിക്കുന്നത്. മുഹമ്മദ് മകൻ നിസാമുദ്ദീൻ എന്നിവരുടെ വിവാഹ വേദിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒത്തുകൂടിയതിനെ നമ്മിൽ നിന്നും സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കട്ടെ. അധികമായൊന്നും പ്രസംഗിക്കുന്നില്ല. ചെറിയ ഉത്ബോധനം നൽകണമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എണീറ്റുന്നത്. നമുക്കറിയാം, വിവാഹം ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളിൽ അതിപ്രധാനമായ ഒരു ചര്യ. അതിലപ്പുറം ഇസ്ലാമിക കർമ്മങ്ങളിൽ ഒരുപാട് സ്ഥാനമാനങ്ങളോടുകൂടെ അവരുടെ ജീവിതത്തിലെ പൊരുത്തങ്ങൾക്കും അല്ലാഹു അവന്റെ റസൂലും അല്ലാഹു റസൂലും ഇഷ്ടപ്പെട്ട ആളുകൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവർക്ക് ജീവൻ നയിക്കാനും ദുആ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഇവർ രണ്ട് യോഗാവിധനങ്ങൾ ഒരു പൊതുജീവിതത്തിലേക്ക് കടക്കലോടുകൂടെ അവർ വളരെ സന്തോഷത്തിലായിരിക്കാം, വലിയ പ്രതീക്ഷയിലായിരിക്കാം.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സന്തോഷം അത് നിലനിർത്തി കൊടുക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതോടൊപ്പം അവരുടെ പ്രതീക്ഷ ഒരു പുരുഷനും ഒരു സ്ത്രീയും, ഒരു പുരുഷനെ ഒരു സ്ത്രീയുടെ പിതാവ് വലി എന്ന് പറയുന്ന പിതാവ് ആ സ്ത്രീക്ക് യോജിച്ച കുഫുവത്തനായ ഇണയത്തനായ ഒരു ഇണയെ കണ്ടെത്തി. ആ ഇണയെ തന്റെ മകളാകുന്ന ഇണയെ മറ്റിണയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതോടുകൂടെ ആ പിതാവ് നൽകുന്നത് അല്ലെ ആ പിതാവ് ചെയ്യുന്നത് വലിയൊരു കർത്തവ്യമാണ്. എന്റെ മകളെ ഞാൻ നിനക്ക് ഇന്ന മഹറിന് വിവാഹം ചെയ്ത് തന്നു എന്ന് പറയുമ്പോ വരെ അതിനെ സ്വീകരിച്ചു എന്ന് കബൂലിയത്തിന്റെ സ്വീകാര്യയുടെ വാക്കുപയോഗിക്കുന്നതോടുകൂടെ വരനും അവിടെ ചെയ്യുന്നത് മഹത്തായ കർമ്മമാണ്. മാത്രമല്ല വലിയ ഒരു അമാനത്ത് കൂടെയാണ് അവൻ ഏറ്റെടുക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തി, അള്ളാഹുവിന്റെ അടിമകളായ ആളുകളെ സാക്ഷി നിർത്തി രഹസ്യമായിട്ടല്ല പരസ്യമായി തന്നെ എന്റെ പൊന്നുമോളെ ഞാൻ നിനക്ക് നൽകുന്നത് അള്ളാഹുവിന്റെ നാമത്തിലാണെന്ന് പറയലോടുകൂടെ ആ കാലം നടന്നിട്ടുണ്ടെങ്കിലും അവിടുന്ന് അങ്ങോട്ടാണ് അവരുടെ ജീവിതത്തിന് തുടക്കം ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ വിവാഹ ആഘോഷങ്ങളും വിവാഹവേദികളും അതേപോലെ വിവാഹപാഠ തെറ്റുകളിൽ പോരായ്മകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുന്ന ഒരു പ്രവർത്തനം കൂടെയാണ്. ആരംഭിക്കുകയാണ്. അതിന് മുമ്പുള്ള കുത്തുബയാണ് നിങ്ങൾക്ക്. واستغفر الله الذي لي ولكم ولوالدينا ولوالديكم واستغفروا عني وعنكم جميع المسلمين اجمعين واستغفروه انه هو الغفور الرحيم. മുഴുവൻ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് നിങ്ങളെ അറിയിക്കുന്നു പ്രിയമുള്ളവരെ. അല്പഭാഗങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബിൻതി ഫാത്തിമ ജിനാന ബിഹാദൽ മഹരി الحي من الذهب قبلت منك نكاحها وتزويجها بهذا المهر المذكور ورضيت به. എൻ്റെ മകൾ ഫാത്തിമ ജിനാന എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിന് താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. ഹലാലായ നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നു. ചെറിയ ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ളൊരു വീഡിയോ നിക്കാഹിന്റെ വീടുകളിൽ ഇതിൽ ഉൾപ്പെടുന്നു. നിങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. അടുത്ത ഇനം ഭക്ഷണം കഴിക്കലിലേക്ക് ജനങ്ങളൊന്നായിട്ട് പുറപ്പെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവർ.